10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ ലൈഫ് പ്രോസസ് എന്ന ചാപ്റ്ററിലെ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചില ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരാറുമുണ്ട്. ഓക്കെ, പിന്നെ ഈ സീരീസിൽ നമ്മളിപ്പോൾ ഇത് 5ാമത്തെ പാർട്ടാണ്. ഈ ലെസൺസ് എല്ലാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 10ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ലെസൺസിൻ്റെയും എക്സ്പ്ലനേഷൻ വീഡിയോസ് ബയോളജി മൈ പാഷൻ എന്ന ചാനലിൽ അവൈലബിൾ ആണ്. കൂടാതെ ക്ലാസ് 10 ക്വസ്റ്റ്യൻസ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഫിസിക്സിലെ ന്യൂമറിക്കൽസും എല്ലാം ലഭ്യമാകും. പിന്നെ എല്ലാ ചാപ്റ്റേഴ്സും മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് അത് സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. സെപ്പറേറ്റ് വീഡിയോസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തേത്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നതെല്ലാം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ എക്സ്പ്ലനേറ്ററി ക്വസ്റ്റ്യനും ആകാം, അതല്ലെങ്കിൽ 3 പാർട്ടുള്ള ക്വസ്റ്റ്യൻസും ആകാം, അല്ലെങ്കിൽ 2 പാർട്ട് ആകാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആ ക്വസ്റ്റ്യൻ സ്ട്രക്ചേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗീവ് റീസൺസ് ആണ്. 3 റീസൺസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 3 × 1 അങ്ങനെ 3 മാർക്കാണ് കിട്ടുന്നത്. ഓരോന്നിനും ഓരോ മാർക്ക് വീതം. അപ്പോൾ ആദ്യത്തെ റീസണിങ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: റെസ്പിറേറ്ററി റേറ്റ് അക്വാട്ടിക് ഓർഗാനിസത്തിൽ നമ്മുടെ കരയിൽ ജീവിക്കുന്ന ജീവികളെക്കാളും കൂടുതലാണ്. എന്തുകൊണ്ടെന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കരയിൽ ജീവിക്കുന്ന ആനിമൽസ് എല്ലാം തന്നെ ഓക്സിജൻ ശ്വസിക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവിലാണ്. നമുക്കറിയാം ഓക്സിജന്റെ അളവ് 21% ഉണ്ട്, അത് വളരെ കൂടുതലാണ്. എന്നാൽ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജൻ ആണ് വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ് ശ്വസിക്കുന്നത്. അതിന്റെ അളവ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവയ്ക്ക് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ബ്രീത് ചെയ്യേണ്ടി വരുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കാപ്പിലറീസ് ആർ ദ തിന്നസ്റ്റ് ബ്ലഡ് വെസൽസ്. കാപ്പിലറി എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡ് വെസൽ 3 തരമുണ്ട്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്ന ആർട്ടറി ആദ്യം ബ്രാഞ്ച് ചെയ്യും, പിന്നെ അത് ബ്രാഞ്ച് ചെയ്ത് ഫൈൻ ബ്രാഞ്ചസ് ആയിട്ട് കാപ്പിലറീസ് ആയിട്ട് മാറും. എന്നിട്ട് അതെല്ലാം വീണ്ടും തിരിച്ച് ജോയിൻ ചെയ്തിട്ട് വെയിൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാപ്പിലറീസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഗ്യാസ്, ന്യൂട്രിയൻസും മറ്റ് സബ്സ്റ്റൻസസ് എല്ലാം നമ്മുടെ കലകളിലേക്ക് കൊടുക്കുക, ടിഷ്യൂസിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് കൊടുക്കുന്നത്? ഡിഫ്യൂഷൻ വഴി. അപ്പോൾ ഡിഫ്യൂഷൻ നടക്കുന്ന മെംബ്രെയിൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ തിന്നായിരിക്കണം അല്ലെ. അതുകൊണ്ടാണ് കാപ്പിലറീസ് തിന്നസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ട്രക്കി അല്ലെങ്കിൽ നമ്മുടെ വിൻ പൈപ്പ് ഡസ് നോട്ട് കൊളാപ്സ് വെൻ ദർ ഈസ് നോ എയർ ഇൻ ഇറ്റ്. അപ്പോൾ ആ കൊളാപ്സ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് കാർട്ടിലേജ് കൊണ്ടുള്ള റിങ്സ് ഉണ്ട്. കംപ്ലീറ്റ് റിങ്സ് അല്ല, സി റിങ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള റിങ്സ് ആണ്. അത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. ഈ റിങ്സ് എയർ ഇല്ലെങ്കിൽ കൂടിയും ഈ വിൻ പൈപ്പിനെ തുറന്ന് വെക്കുന്നു. പിന്നെ അടുത്തത് നമുക്കൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പാർട്സ് ലേബൽ ചെയ്യാൻ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നിട്ടുണ്ട്. എ നമ്മുടെ ബക്കൽ ക്യാവിറ്റി ആണ്, അതായത് നമ്മുടെ മൗത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ട് അല്ലെങ്കിൽ ചുണ്ട് കവർ ചെയ്യുന്ന ഓപ്പണിംഗ് ആണ്. അതിനകത്തുള്ള ക്യാവിറ്റിയാണ് ബക്കൽ ക്യാവിറ്റി. ബി പാർട്ട് നമ്മുടെ അന്നനാളം അഥവാ ഈസോഫേഗസ്. സി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഗ്ലാൻഡായ ലിവർ ആണ്. ഡി സ്റ്റൊമക് ആണ്, ആമാശയം. ഇ പാൻക്രിയാസ് ആണ്. എഫ് എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതും ഒരു ഗീവ് റീസൺ ആണ്. ഡ്യൂറിങ് ഡേ ടൈം, അതായത് പകൽ സമയങ്ങളിൽ വാട്ടർ മിനറൽസും സൈലത്തിൽ കൂടി കണ്ടക്ട് ചെയ്യുന്നത് കുറച്ച് ഫാസ്റ്റർ ദാൻ നൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സൈലം ഒരു കണ്ടക്ടിങ് ടിഷ്യൂ ആണ്. അത് കണ്ടക്ട് ചെയ്യുന്നത് വാട്ടർ മിനറൽസ് ആണ്. അപ്പൊ ഡേ ടൈമിൽ എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്പിറേഷൻ നടക്കുന്നുണ്ട് ലീവ്സിൽ. അപ്പോൾ ട്രാൻസ്പിറേഷൻ ഒരു വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ഒരു സക്ഷൻ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ഫാസ്റ്റർ ആയിട്ടാണ് നടക്കുന്നത് ഡേ ടൈമിൽ. അതേസമയം നൈറ്റിൽ എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്പിറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓൺലി റൂട്ട് പ്രഷറാണ് അവിടെ കാരണം. ഇനി അടുത്ത അതിന്റെ റീസണിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻ ഹെർബിവോർ ഈസ് ലോങ്ങർ ദാൻ ഇൻ കാർണിവോർ. ഇത് നമ്മൾ മുൻപും ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. കാരണം ആദ്യം നമ്മൾ കണ്ടത് 2 മാർക്ക് ക്വസ്റ്റ്യനിലായിരുന്നു, അല്ലെങ്കിൽ 1 മാർക്കിന്റെ MCQലായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് 3 മാർക്സിന്റെ ഒരു പാർട്ടായിട്ടാണ് കേട്ടോ. ഇപ്പൊ ഹെർബിവോർസ് എന്താ ചെയ്യുന്നത്? പ്ലാന്റ് മെറ്റീരിയൽസ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ പ്ലാന്റ്സിന്റെ സെൽസിൽ സെല്ലുലോസ് എന്നൊരു പദാർത്ഥം കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറെ നീളമുള്ള ഇൻറ്റസ്റ്റൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡൈജസ്റ്റ് ആവുള്ളൂ. അതേസമയം കാർണിവോസ് കഴിക്കുന്നത് മാംസമാണ്. മാംസം ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് തന്നെ അവർക്ക് ഷോർട്ടർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഉള്ളത്. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ് അക്വാട്ടിക് ഓർഗാനിസംസ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഞാൻ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ് ഇവിടെ ഒരു റെപ്പറ്റീഷൻ വന്നത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ നെഫ്രോൺസ്, നെയിം ദിയർ പാർട്സ്. അപ്പൊ നമ്മുടെ കിഡ്നിയിലെ ഫിൽട്ടറിംഗ് യൂണിറ്റ്സിനെയാണ് നമ്മുടെ നെഫ്രോൺസ് എന്ന് പറയുന്നത്. മില്യൺസ് ഓഫ് നെഫ്രോൺസ് ആണ് നമ്മുടെ കിഡ്നിയിലുള്ളത്. അതിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമ്മൾ ബൗമൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്.
അതിനെ തുടർന്ന് വളരെ കൺവല്യൂട്ടഡ്, അതായത് വളരെ കോയിൽ ചെയ്ത പാർട്ടുണ്ട്, അതിനെ നമ്മൾ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് എന്ന് പറയും. അത് രണ്ടെണ്ണം ഉണ്ട്. PCT അഥവാ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും DCT അഥവാ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും. അത് നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. പിന്നെ ഒരു ലോങ് ലൂപ്പ് ഉണ്ട്, അതിനെ നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നു. ഇതെല്ലാം വന്ന് തുറക്കുന്നത് എവിടെയാണ്? കളക്ടിംഗ് ഡക്റ്റിലേക്കാണ്. അടുത്തത്, നെയിം ദ മെയിൻ നൈട്രജീനസ് വേസ്റ്റ് പ്രോഡക്ട്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, ഇൻ വാട്ട് ഫോം ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഔട്ട് ഓഫ് ദ ബോഡി. അപ്പൊ നമ്മുടെ ബോഡിയിൽ രണ്ട് നൈട്രജീനസ് വേസ്റ്റ് ഉണ്ടാകാറുണ്ട്, യൂറിയയും യൂറിക് ആസിഡും. യൂറിക് ആസിഡ് വളരെ കുറച്ചേ ഉള്ളൂ, യൂറിയയാണ് കൂടുതൽ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് യൂറിയയാണ്. പിന്നെ നെയിം ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ സിലക്റ്റീവ്ലി റീഅബ്സോർബ്ഡ് ആസ് ദ യൂറിൻ ഫ്ലോസ് അലോങ് ദ ട്യൂബ്. അപ്പൊ നമ്മുടെ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നത് ധാരാളം എമൗണ്ടിലാണ്, അതേസമയം അതിലെ 99.9% റീഅബ്സോർബ് ചെയ്തിട്ട് വളരെ കുറച്ച് യൂറിൻ മാത്രമേ നമ്മൾ പുറത്ത് കളയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വേണ്ട സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കുന്നുണ്ട്, അതിനെയാണ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ റീഅബ്സോർബ് ചെയ്യുന്ന 4 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് സോൾട്ട്, കുറച്ച് സോൾട്ട് നമുക്ക് വേണം, എന്നാൽ മാത്രമേ ഈ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യാൻ നടന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് വെള്ളം, നമുക്ക് ഒത്തിരി വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഡീഹൈഡ്രേഷൻ ആയിപ്പോവും, അതുകൊണ്ട് നമ്മൾ മാക്സിമം വെള്ളം റീഅബ്സോർബ് ചെയ്ത് എടുക്കും. പിന്നെ ഗ്ലൂക്കോസും അമിനോ ആസിഡും ഓർത്തു വെക്കുക, നമ്മൾ ഡൈജഷന്റെ സമയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഡൈജസ്റ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി, പ്രോട്ടീനെ അമിനോ ആസിഡ് ആക്കി. അത് നേരെ മൂത്രത്തിൽ കൂടി അങ്ങ് പോയാൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് അതിനെ അങ്ങ് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഫ് ഡിഫ്യൂഷൻ വെയർ ടു മൂവ് ഓക്സിജൻ ഇൻ അവർ ബോഡി, അതായത് ഡിഫ്യൂഷൻ വഴി ഓക്സിജൻ പാസ് ചെയ്യാൻ മാത്രമായിട്ട് നിന്നിരുന്നെങ്കിൽ നമുക്ക് ഒരു മോളിക്യൂൾ ഓഫ് ഓക്സിജൻ നമ്മുടെ കാലിൽ നിന്ന് നമ്മുടെ ലങ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതായത് ലങ്സിൽ നിന്ന് കാലിലേക്ക് തിരിച്ചാണ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാലിൽ നിന്ന് ലങ്സിലേക്ക്. ഓക്കെ, 3 years എങ്കിലും എടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹൗ ഡു ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ടേക്ക് പ്ലേസ് ഇൻ ഹ്യൂമൻ? നമുക്കൊരു ഫാസ്റ്റർ സിസ്റ്റം ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു, ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ട് നമ്മുടെ അരുണ രക്താണുക്കൾ RBCക്ക് അകത്ത് ഹീമോഗ്ലോബിൻ എന്നൊരു റെഡ് പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റ് ഓക്സിജനെ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് ചേർന്നിട്ട് അത് എവിടെ എത്തുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് കൊണ്ടുവരും? പ്ലാസ്മ കൊണ്ടുവരും. അപ്പൊ ഇതിന്റെയൊക്കെ ട്രാൻസ്പോർട്ടിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലെസൺ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിസിറ്റ് ചെയ്ത് പഠിക്കുക. ഏതെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് വീണ്ടും കണ്ട് പഠിക്കുക. മെൻഷൻ ദ നോർമൽ സിസ്റ്റളിക് ആൻഡ് ഡയസ്റ്റളിക് പ്രഷേഴ്സ് ഇൻ ഹ്യൂമൻ. സിസ്റ്റളിക് എന്ന് പറയുന്നത് നമ്മുടെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ്, അപ്പൊ പ്രഷർ കൂടുതലായിരിക്കില്ലേ ചുരുങ്ങിയിരിക്കുമ്പോൾ. അപ്പൊ എത്രയാണ്? 120 millimeter ഓഫ് മെർക്യൂറി ആണ്. അതേസമയം ഡയസ്റ്റളിക് എന്ന് പറഞ്ഞാൽ വികസിച്ചിരിക്കുന്ന സമയമാണ്, അപ്പൊ പ്രഷർ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. അത് 80 millimeter per mercury ആണ് സാധാരണയായിട്ട് വരുന്നത്. അടുത്തത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന്. എക്സ്പ്ലനേഷൻ ആണ്, ട്രാൻസ്ലൊക്കേഷൻ ആണ്. ഇത് മിക്കവാറും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി വെക്കണം. ഇത് ഇത്തിരി ഡിഫിക്കൽട്ടും ആണ്, നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പൊ ട്രാൻസ്ലൊക്കേഷൻ എന്താണ്? ഈ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം ലീവ്സ്. മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്ട്സ് ഫ്രം ലീവ്സ് ടു അതർ ടിഷ്യൂസ് ത്രൂ ഔട്ട് ദ പ്ലാന്റ് ബൈ ദ ഫ്ലോയം. അപ്പൊ ലീവ്സിൽ ഉണ്ടാക്കുന്ന ഫുഡ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതിനെ മറ്റു ഭാഗങ്ങളിലേക്ക് ഫ്ലോയം കൊണ്ടെത്തിക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ലൊക്കേഷന്റെ സമയത്ത് ഫുഡ് കണ്ടക്ട് ചെയ്യുന്നത് സൂക്രോസ് എന്ന ഫോമിലാണ്. ഈ സൂക്രോസിനെ ആദ്യം സീവ് ട്യൂബ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫ്ലോയത്തിന് 4 കോമ്പണൻസ് ആണുള്ളത്: സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബേഴ്സും ഫ്ലോയം പാരൻകൈമയും. ഇതിൽ സീവ് ട്യൂബിലേക്ക് കൊണ്ടുവയ്ക്കും. ഏതുവഴി? കമ്പാനിയൻ സെൽസിൽ കൂടി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എനർജി സ്പെൻഡ് ചെയ്യും. ATP ഉപയോഗിച്ചാണ് ഇതിനെ ആദ്യ സൂക്രോസിനെ കൊണ്ട് സീവ് ട്യൂബിൽ വെക്കുന്നത്. പക്ഷെ ഈ സൂക്രോസ് ഒരു സൊല്യൂട്ട് ആണ് അല്ലെ, അപ്പൊ എന്ത് പറ്റും? ഓസ്മോട്ടിക് പ്രഷർ അങ്ങ് കൂടും. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഉള്ള ട്യൂബ് ഏതാണ്? ഈ ഫ്ലോയത്തിന് അടുത്തുള്ള ട്യൂബ് എന്ന് പറയുന്നത് സൈലമാണ്. സൈലത്തിൽ കൂടി ആരാ ഒഴുകുന്നത്? വെള്ളം. അപ്പൊ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരും. അപ്പോൾ ഓവറോൾ ഓസ്മോട്ടിക് പ്രഷർ കുറയും, അതായത് സൊല്യൂട്ട് പ്രഷർ കുറയുമെങ്കിലും ഓവറോൾ പ്രഷർ കൂടും. പക്ഷെ റൂട്ട് പോലുള്ള ഭാഗങ്ങളിൽ പ്രഷർ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് അല്ലെങ്കിൽ സൂക്രോസും വാട്ടറും കൂടി ചേർന്ന് ആ ഹൈ പ്രഷറിൽ നിന്ന് അത് ലോ പ്രഷറിലെത്തി സ്റ്റോറേജ് നടക്കുന്നു. Depict the pathway of breakdown of pyruvate in yeast cells. What is the process named as? നമുക്കറിയാം, ഗ്ലൂക്കോസ് ആദ്യം ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്സിൽ കൂടി പൈറുവിക് ആസിഡ് അഥവാ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഇനി ഈസ്റ്റിൽ നടക്കുമ്പോൾ ഇവിടെ അനേറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ ഈ പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും? ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും 2 മോളിക്യൂൾ ATP ആയിട്ട് മാറും. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത്
ഫെർമെന്റേഷൻ എന്നാണ്. വാട്ട് ഈസ് ദ സൈറ്റ് ഓഫ് ഫാറ്റ് ഡൈജഷൻ ഇൻ ഹ്യൂമൻ? ഫാറ്റ് ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. നെയിം ദ എൻസൈം ദാറ്റ് ഡൈജസ്റ്റ് ഇമൾസിഫൈഡ് ഫാറ്റ്സ്. ലിപ്പേസ് ആണ്. പിന്നെ മെൻഷൻ ദ എൻഡ് പ്രോഡക്ട്സ് ഓഫ് ഫാറ്റ് ഡൈജഷൻ, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. It is necessary to move the food in regulated manner along the digestive tube so that it can be processed properly in each part. How is the movement regulated along the gut? അത് സ്ഫിങ്ചർ മസിൽസ് ഇൻ ദ അലിമെന്ററി കനാൽ ആണ് ഈ മൂവ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് സ്ഫിങ്ചർ മസിൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഏതെങ്കിലും സ്പെസിഫിക് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ലെസണോ റിവിഷൻ ക്വസ്റ്റ്യൻസോ വേണമെങ്കിലും നിങ്ങൾക്ക് സജഷൻ നൽകാവുന്നതാണ്. ഞാനത് കൺസിഡർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.